ചോദിക്കാൻ കേട്ടോ നമ്മുടെ മാല എന്ത് ചെയ്തു, മാലയുടെ കുളത്തൊക്കെ ശരിയാക്കി കിട്ടിയോന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സച്ചിയുടെ ഇങ്ങനെ ഉരുണ്ട് കളിക്കണം. അത് പിന്നെ അത് സ്വർണം പാച്ച് വർക്ക് ചെയ്യുന്ന ആളെന്തോ നാട്ടിൽ പോയേക്കാം എന്തോ അത്യാവശ്യത്തിന്. അയാൾ ഉടനെ തിരിച്ചു വരും, അപ്പം തന്നെ എന്തായാലും കിട്ടുന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കണം എന്നെ കണ്ടിട്ട് എന്താ ഞാൻ വെഡിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സച്ചി പറയാണ് ഇല്ല കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല. എന്താ എന്താ അങ്ങനെ ചോദിച്ചേ? മാല വിറ്റോ നിങ്ങളെന്ന് ചോദിക്കാൻ കേട്ടോ രേവതി. മാല വിറ്റോന്നോ? നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? എനിക്കെല്ലാം മനസ്സിലായി. മാല വിറ്റ് കിട്ടിയ പണത്തിലല്ലേ നിങ്ങൾ മദ്യപിച്ചത് എന്നല്ലേ? വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ ആ ടൈപ്പൊന്നല്ല. ഏത് ടൈപ്പല്ല? മുതൽ വിറ്റ് കുടിക്കുന്ന ടൈപ്പൊന്നല്ല ഞാൻ. ഓഹോ, മദ്യപാനികൾക്കിടയിലും വകഭേദമുണ്ടോ? ആ വിഷം കുടിക്കുന്നവരെല്ലാം എന്നെ സംബന്ധിച്ച് കുടിയന്മാരാന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ഞാനേ മറ്റുള്ളവരെ പണം കൊണ്ട് മദ്യപിക്കാറില്ല, മറ്റുള്ളവർക്കേ വാങ്ങിക്കൊടുക്കാറുള്ളൂ. അതന്നെ ഞാൻ ചോദിച്ചത്. മാല വിറ്റല്ലേ കൂട്ടുകാർക്ക് വാങ്ങിക്കൊടുത്തത്? ഒരു ദാനശീല. അതെടി ദാനശീല. കതിർമണ്ഡപത്തിലെ കണ്ണീരോടെ നിന്ന നിനക്ക് ഞാൻ തന്നില്ലേ ദാനമായിട്ടൊരു താലി, മറന്നുപോയോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഓഹോ, അപ്പൊ ഈ കഴുത്തി കിടക്കുന്ന താലി നിങ്ങൾ എനിക്ക് തന്ന ദാനമാണല്ലേ? ഭയങ്കരം തന്നെ. ഇതുപോലെ ദാനം കിട്ടുന്ന താലി ഭാഗ്യ ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. വസതിക്ക് ദേഷ്യം വരാട്ടാ. മതി, നിർത്തണ്ട നീ. പാർട്ടിക്ക് നിന്നെ കൂടെ കുട്ടി തന്നെ ഞാൻ ചെയ്ത തെറ്റ്. മേലിൽ നിന്നെ കൊണ്ട് ഈ പടിക്ക് പുറത്ത് പോകുന്ന പ്രശ്നമല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആയിക്കോട്ടെ, ഒന്ന് നിന്നേ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾ പറഞ്ഞില്ലല്ലോ. മാല എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്, കൊളുത്ത് മാറ്റാൻ കൊടുത്തിരിക്കാന്ന്. ചുമ്മാ നേരം വിളിക്കും മുമ്പ് നിനക്ക് ഒരു പണിയില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാഷ്റൂമിൽ കയറി ഡോർ അടയ്ക്കാൻ കേട്ടോ. ഇതെല്ലാം കേട്ടോണ്ട് അച്ഛൻ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രേവതി എപ്പോഴും വിടുന്നില്ല. രേവതി ഇങ്ങനെ ബാത്റൂമിന്റെ വാതിലിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ പറ്റിക്കാന്നൊന്നും കരുതണ്ട. അങ്ങനെ പോടി ഒളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കേണ്ട. കൊളുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ സമയമൊന്നും വേണ്ടല്ലോ. നോക്കട്ടെ എത്ര ദിവസം എടുക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സച്ചി ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വിരലത്തിരിക്കും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത സീരിയൽ കാണിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ സമ്മാനം കിട്ടിയ ട്രോഫിയും കൈ പിടിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ കൂടെ ഉണ്ടായ നിമിഷങ്ങളും അവർ ഡാൻസ് കളിച്ചതും ഗെയിം കളിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കണേ, ഹലോ മാഡം എവിടെയാ? ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയല്ലോ, നീ എന്താ ഈ സാധനത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നേ? ഇതുപോലെ കൂടോത്രമാണോ? ശരിക്കും ഒരു പിശക്ക് കാണിക്കുന്ന നീ ഇന്നലെ മുതലേ അവിടെ ഇവിടെയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. ഇതെന്തോ കൂടോത്രം തന്നെയാന്നൊക്കെ പറയാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിന്റെ പിരി വരണേ ലൂസായി. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് ശ്രുതി. എടി നിനക്ക് വട്ടായെന്ന് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാൻ കേട്ടോ. അപ്പോഴും ശ്രുതി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ദൈവമേ, ഇവളുടെ പിടിയൊക്കെ പോയോ? അതെ, എൻ്റെ പിടി ചെറുതായിട്ടൊന്ന് വിട്ടു നിൽക്കാന്ന് പറയാൻ കേട്ടോ ശ്രുതി. പ്രണയം ഒരു ഭ്രാന്താണെങ്കിൽ ഞാനൊരു ഭ്രാന്തിയായി മാറിക്കൊണ്ടിരിക്കുക. ഓഹോ, വണ്ടി ആ റൂട്ടിലേക്കാണ് ഓടുന്നത്. അല്ലെങ്കിൽ തന്നെ നിന്നെ സഹിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാ. അതിൻ്റെ ഇടയിൽ കൂടെ ഭ്രാന്തും കൂടി ആണെങ്കിൽ നോക്കണ്ട. അതവിടെ നിൽക്കട്ടെ, ആരാണ് ഈ ഭ്രാന്തിൻ്റെ കാരണക്കാരെന്ന് പറ. അത് പിന്നെ ശ്രുതി എന്ന് പറയാൻ കേട്ടോ. ശ്രുതി. ഓ ശ്രുതി കൊള്ളാലോ. ആളെന്തായാലും മിടുക്കനാണല്ലോ. സ്വപ്നങ്ങൾ, സ്പാ, അങ്ങനെ ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണല്ലോ പെട്ടെന്ന് ബെല്ലും ബ്രേക്കും ഇല്ലാതെ നിർത്തിയത്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ അന്ന് സ്മിത മേഡത്തിൻ്റെ ഓഫീസിൽ വെച്ച് കണ്ട കാര്യം? അന്ന് ആക്സിഡൻ്റ് ആയ ആള്. ആ ആളാ? ഓ, ആ ആള് തിരിച്ച് നീ ഒന്നും പ്രതീക്ഷിക്കാതെ ആദ്യമായിട്ട് സഹായിച്ച ആ ആള് അല്ലേ എന്നൊക്കെയാണ് കേട്ടോ. ഇന്നലെ നീ പുള്ളിയുടെ ഒപ്പമാണോ പാർട്ടിക്ക് പോയത്? അപ്പോൾ ശ്രുതി ഇങ്ങനെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പാർട്ടിക്ക് പോയതും ജയിച്ച കാര്യവും ഒക്കെ പറയാണ് കേട്ടോ. ഇന്നലെ ഞാൻ ആ പാർട്ടിയിൽ ജയിക്കാൻ കാരണം ശ്രുതിയുടെ സപ്പോർട്ടാണെന്നൊക്കെ പറയാണ്. ഓ, അത്ര എളുപ്പം ആരെയും വിശ്വസിക്കാത്ത നീ ഒരാളെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ പരിചയപ്പെട്ട് ഇത്ര സമയത്തിൽ നീ വീണു പോയെങ്കിലേ നീ പറയുന്ന ആളൊരു കില്ലാടി തന്നെ. നോക്കിയും കണ്ട് മതിയിട്ടോ ജീവിതത്തിൽ അടുപ്പിക്കുന്നത്. ആളൊരു പാവാടി. ഭർത്താവിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ സങ്കല്പത്തിന് ഏറെക്കുറെ മാച്ച് ആവുന്നയാളാ. പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, അവള് കുറെ പണം പറ്റിച്ച് നാട് വിട്ടു. ഓ, അപ്പൊ ആളൊരു വൻ പരാജയമായിരിക്കുമല്ലോ. സാധാരണ ആണുങ്ങൾ നമുക്കല്ലേ പണി തരുന്നത്. ഇവന്റെ കയ്യിൽ നിന്ന് ഒരു പെണ്ണ് പണം വാങ്ങിച്ചോണ്ട് പോയെന്ന് പറയുമ്പോൾ ദേ ശ്രുതി ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ ഇങ്ങനെ ഒരു മണ്ടനെ ലൈഫിൽ അടുപ്പിക്കുന്നത് ചോദിക്കാൻ കേട്ടോ. ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ ഒരാൾ പറ്റിക്കപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. മനസ്സ് തുറന്ന് സ്നേഹിച്ച ആളെ കണ്ണടച്ച് വിശ്വസിച്ചു. അവൾ ആ സ്നേഹത്തിന് പകരം പണത്തിനെയാണ് മൂല്യം കണ്ടത്. ശ്രുതി, എനിക്കറിയാം ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നാലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പരിശോധിച്ചേക്ക്. അല്ലെങ്കിൽ വേറൊരുത്തി പറ്റിച്ചെന്നും പറഞ്ഞ് നിന്നെ പറ്റിച്ചുകൊണ്ട് പോയാലോ? ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം. എൻ്റെ കസ്റ്റമറിൻ്റെ ഫ്രണ്ടാണ് ശ്രുതിയുടെ അമ്മ. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ ശ്രുതി. എന്നാലും നീ ഇങ്ങനെ ഫ്ലാറ്റ് ആവാൻ കാരണം എന്താ? അത് പിന്നെ എന്നെ കെയർ ചെയ്യുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ സെക്രട്ടറി എന്നെ ശല്യം ചെയ്തപ്പോൾ അയാളോട് ഞാൻ ശ്രുതിയുടെ ഭർത്താവാണെന്ന് നേരെ പറയുകയും ചെയ്തു. യാതൊരു മുൻപരിചയമില്ലാത്ത എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ച ആ മനസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നലെ ആ പാർട്ടിയിൽ വെച്ചിട്ട് ഞാൻ കൂടുതലും മനസ്സിലാക്കിയപ്പോൾ ആ ക്യാരക്ടറും എനിക്കിഷ്ടമായി. ശ്രുതിയുടെ കൂടെ ഇരുന്നപ്പോൾ കിട്ടിയ സന്തോഷം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത്. ആ സന്തോഷം എനിക്കിഷ്ടമായി. വൺ സൈഡാണോ അതോ പുള്ളിക്ക് നിന്നോടും ഉണ്ടോ അതറിയില്ല.
പുള്ളിക്കൊരു പ്രണയം തകർന്ന് നിൽക്കുമല്ലേ. അതിനിടയ്ക്ക് ഞാൻ ഇതാ ബെസ്റ്റ് ടൈം. പ്രണയം തകർന്നേ മനസ്സ് പൊളിഞ്ഞു നിൽക്കുന്ന സുധിയുടെ മനസ്സിലേക്ക് ആശ്വാസവാക്കുമായിട്ട് നീ അങ്ങ് പെഴുതിറങ്ങ്. അപ്പം നിന്റെ വാക്കുകൾക്കായിട്ട് അവൻ കാതോർത്ത് നിൽക്കുമ്പോൾ ആ ചെവിയിലോട്ട് ചേർന്ന് നിന്ന് പറയണം, ചേട്ടാ ഐ ലവ് യു എന്ന്. ഇത് കേട്ട് നാളത്താൽ ചിരിക്കാൻ കേട്ടോ ശ്രുതി. നീ വേഗം വിളിച്ചോ, ഫോൺ നമ്പർ ഇല്ലേ, പെട്ടെന്നാവട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുധീരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ ശ്രുതി. പിന്നെ സംസാരിക്കുമ്പോൾ നിന്നെക്കുറിച്ച് എല്ലാം പറയണം കേട്ടോ. അതെന്തിനാ? അതല്ല, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ. അങ്ങനെ ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പോവാൻ കേട്ടോ. അടുത്ത സീനിൽ രേവതി ഇങ്ങനെ അച്ഛന് ചായയൊക്കെ കൊടുത്തിട്ട് തിരിയുമ്പോൾ ചന്ദ്രയുടെ ഫോൺ ബെല്ലടിക്കാൻ കേട്ടോ. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അമ്മ എവിടെയെന്ന് നോക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് വന്ന് ചന്ദ്ര പെട്ടെന്ന് ഫോൺ എടുത്ത് വാങ്ങിക്കുകയാണ്. നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തത്? എൻ്റെ ഫോൺ അങ്ങനെ ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കേട്ടോ. ബാമയാണ് കേട്ടോ ചന്ദ്രനെ വിളിച്ചത്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ചോദിക്കണ്ടേ, ചന്ദ്ര സുധി ഉണ്ടോ വീട്ടിൽ? ഉണ്ടല്ലോ, എൻ്റെ ചോദിച്ചേ. അവനോട് അവിടെ തന്നെ നിൽക്കാൻ പറയണം. നിന്ന് നിപ്പിലെ വീട് വിട്ട് പോകാതെ തന്നെ നോക്കണം. ദേ ബാമേ, ചുമ്മാ കളിയാക്കല്ലേ കേട്ടോ. ചൂടാവല്ലേ ചന്ദ്ര, ഞാൻ പറയുന്ന കേക്ക്. അവനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നൊരു കൂട്ടർ വരുന്നുണ്ട്. എന്തിന്? ഇടി, ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയിലെ ആലോചന അവന് വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന്. അവരിന്ന് സുധീനെ കാണാൻ വേണ്ടിയിട്ട് വരാനിരിക്കുക. നാട്ടു നടപ്പ് അങ്ങനെയല്ലല്ലോ, ചെക്കനല്ലേ പെണ്ണിനെ പോയി ആദ്യം കാണേണ്ടത്. ഈ നാട്ടു നടപ്പും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എടി, അവർ വലിയ പാർട്ടികളാ. ഇവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ബിസിനസ്സൊക്കെ ഉള്ള ആളുകളാ. ഒറ്റ മകള് കോടീശ്വരി എന്നൊക്കെ പറയാണ്ട്. ഇത് കേട്ട് ചന്ദ്രയുടെ മനസ്സിങ്ങനെ തുടിക്കാണ്. ഇത് നടന്ന സുധിയുടെ സമയം തന്നെ മാറുന്നൊക്കെ പറയാണ് ഭാമ. നീ ഉള്ളതാണോ ഈ പറയുന്നേ? ഇത്രയും വലിയ പണക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയുമ്പോൾ അതിലിനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. നിന്റെ മോൻ്റെ പഠിപ്പ് കണ്ടിട്ട് അവർ വീണത്. വിവാഹം കഴിഞ്ഞാലേ അവരുടെ ബിസിനസ് മുഴുവൻ നോക്കി നടത്തേണ്ടത് മകളുടെ ഭർത്താവല്ലേ. ഇത് കേട്ട് സന്തോഷത്തോടെ ഇങ്ങനെ തുള്ളിച്ചാടാൻ തോന്നുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക്. സുധിക്ക് അതിൻ്റെ യോഗ്യത ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് അവർ ഈ ആലോചന മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര വേഗം മറ്റുള്ളവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒച്ചയിൽ പറയാണ്, പിന്നെ അല്ല, എൻ്റെ മകൻ്റെ യോഗ്യത എന്താണെന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. ദൈവം അവൻ്റെ കൂടെയാ. ഇല്ലെങ്കിലേ ചീന പൂക്കടയിൽ നിന്ന് ചില്ലറ പൈസ എണ്ണി അവൻ്റെ ജീവിതം നശിക്കുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണോ? കോടീശ്വരന്മാരുടെ ഇടയിൽ നിൽക്കാനല്ലേ അവരുടെ യോഗം. ഇതൊക്കെ കേട്ട് രേവതിയും അച്ഛനും അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നടന്നിട്ട് വേണം ചിലരുടെയൊക്കെ അഹങ്കാരം തീർക്കാൻ. അപ്പോൾ ഭാമ പറയാണ്, അതെ നീ ഞാൻ പറയണ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അവൻ്റെ പഴയ കാര്യങ്ങളൊന്നും അവരറിയാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. അതൊക്കെ വിവാഹത്തിന് ശേഷം അറിഞ്ഞാൽ മതി. പിന്നെ രേവതിനെയും സച്ചിനെയും വെറുപ്പിക്കാതെ അവിടെ പിടിച്ചു നിർത്തണം. അതെന്താ? ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠന് മുമ്പ് അനിയും വിവാഹം കഴിച്ച കാരണം ചോദിക്കില്ലേ? അതിപ്പോൾ എപ്പോഴാണെങ്കിലും ചോദിക്കും. സച്ചി ഒരു പാവപ്പെട്ട പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി നീ എന്നൊക്കെ പറയണം കേട്ടോ ഭാമ. അവരെ അവിടെ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ വരുന്ന കുട്ടികൾക്ക് കൂടുതൽ അന്വേഷിക്കാൻ തോന്നിയാലോ? അതിലും ഭേദം സംശയത്തിന് ഇട കൊടുക്കാതെ തീർക്കുന്നതാ. ഓ എൻ്റെ ഭാമി, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ ഞാൻ ഏറ്റു. അവരെത്ര മണിക്ക് വരുന്നേ? ഒരു 3 മണിയോടെ എത്തുന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും നീയും കൂടി ഇങ്ങോട്ടേക്ക് പോരേ, നമുക്കെല്ലാം ഒരുക്കണ്ടേ. ഞാൻ എപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അങ്ങനെ ഫോൺ കട്ടാക്കിയിട്ട് ഇങ്ങനെ ചന്ദ്ര സന്തോഷത്തോടെ ഇങ്ങനെ ദൈവത്തിനേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചുറ്റുപാട് നോക്കിയിട്ട്, അയ്യോ ഈ വീട് കിടക്കണ കോല് നോക്കിയാൽ ഇവള് വൃത്തിയായിട്ടല്ലേ ഇവിടെ തുടയ്ക്കുന്നത്. കോടീശ്വരന്മാർ ഇനി എന്നെ കുറ്റം പറയുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇതൊന്നും മൈൻഡ് ആക്കാതെ പച്ചക്കറി അറിഞ്ഞുകൊണ്ടാട്ടോ രേവതി ഇരിക്കുന്നത്. പെട്ടെന്ന് ചന്ദ്ര പറയാണ്, നീ അതൊക്കെ അവിടെ എടുത്ത് വെച്ചേ, പെട്ടെന്ന് ഈ വീടൊക്കെ നന്നായിട്ട് തുടയ്ക്കേ. തറ നോക്കിക്കഴിഞ്ഞാലേ മുഖം കാണണം, അങ്ങനെ വൃത്തിയായിരിക്കണം. അപ്പോൾ രേവതി പറയാണ്, മുഖം നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണ്ണാടി ഉണ്ടല്ലോ, അതിനിപ്പോൾ തറ നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ചോദിക്കാണ്, നിങ്ങൾ എന്താ മനുഷ്യ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഓ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ചന്ദ്ര, റിട്ടയർഡ് ആവാറായാലേ, ഇനിയിപ്പോൾ ഒന്നിനും വയ്യ. അതെ, അങ്ങനെ വയ്യെന്നൊന്നും പറയാലേ ശരിയാവില്ല. ഞാൻ ഫോണിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? സുധിക്ക് ആലോചനയായിട്ടൊരു കൂട്ടരി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കോടീശ്വരന്മാരാ. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടേ ഏർപ്പാടൊക്കെ ചെയ്യണ്ടേ? അതെല്ലാം ഞാൻ കേട്ടു. എന്ത് വിശ്വാസത്തിലാണ് നീ അവന് വിവാഹം ആലോചിക്കുന്നേ? എന്നുവെച്ചാൽ നിങ്ങളെന്താ പറഞ്ഞു വരുന്നേ? അവനെ വിവാഹം കഴിപ്പിക്കേണ്ടതാണോ? സച്ചയെ പോലെ ഒരുത്തൻ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ മകൻ ഈ വീട്ടിൽ അങ്ങനെ നിന്ന് പോകുന്ന ആരും വിചാരിക്കേണ്ട. കോടീശ്വരന്മാരെ കൊത്തിക്കൊണ്ട് പോകും അവനെ. രേവതി കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഊന്നി പറയുവാണ് കേട്ടോ. കേട്ടല്ലോ, കോടീശ്വരന്മാർ, അല്ലാണ്ട് നിങ്ങൾ കൊണ്ടുവന്ന പോലത്തെ പൂക്കച്ചവടന്മാരല്ല. ആയിക്കോട്ടെ, ഞാൻ നിന്നെപ്പോലെ പണത്തിന് പുറകെ പോകുന്ന ആളല്ല. പെൺകുട്ടിയുടെ സ്വഭാവം ശുദ്ധി മാത്രമേ നോക്കാറുള്ളൂ. എൻ്റെ കണക്കുട്ടിലുകൾ തീർച്ചയായിട്ടും പിഴച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഇതൊന്നും പറയാതെ മര്യാദക്ക് സുധിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് പെട്ടെന്ന് സുധീനെ വിളിക്കാൻ കേട്ടോ അച്ഛൻ. സുധി ഇങ്ങോട്ടേക്ക് വന്നേടാ. അങ്ങനെ സുധി പയ്യെ ഇങ്ങനെ ചൊണ്ടി ഇറങ്ങി വരുവാണ് കേട്ടോ. നിൻ്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്ന കാര്യം നിനക്കറിയോ? അപ്പോൾ സുധി ഒന്നറിയാത്ത ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതേ മോനെ, നല്ല പാർട്ടിക്കാരാ, കോടീശ്വരന്മാരാ. നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ടേക്ക് വരും. അമ്മ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയാണ്, ഏർപ്പാടിൻ്റെ കാര്യമൊക്കെ പിന്നെ പറയാം, ഇപ്പം ഞാൻ ചോദിക്കണേൻ്റെ ഉത്തരം പറ. സുധിക്ക് ഇപ്പം എത്രയാണ് ശമ്പളം കിട്ടുന്നേ? അപ്പോൾ സുധി ഒന്നും മിണ്ടാതെ കണ്ടു. നിനക്ക് പണിയൊന്നുമില്ല എന്നുള്ള കാര്യം എന്നെ വിട്ടുപോയി. വേലയുള്ളവനാണല്ലോ കൂലി കിട്ടുള്ളൂ.
നിങ്ങൾ എന്തിനാ ഇപ്പം അതൊക്കെ ചോദിക്കുന്നേ? എൻ്റെ മോൻ്റെ പഠിപ്പിനെ അവൻ എത്ര നല്ല ജോലി വേണമെങ്കിലും കിട്ടും. ഈ ആലോചന തന്നെ വന്നതേ അവൻ്റെ വിദ്യാഭ്യാസം കണ്ടിട്ടാ. ചന്ദ്രേ, വിവാഹം കഴിക്കാനുള്ള ആദ്യത്തെ യോഗ്യത കുടുംബം നോക്കാനുള്ള കഴിവാ. സച്ചിയെക്കുറിച്ച് നീ നേരത്തെ പറഞ്ഞല്ലോ, വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എല്ലാ മാസവും കൃത്യമായിട്ടൊരു തുക അവന് വീട്ടിലെത്തിക്കുന്നുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ അച്ഛൻ. ഇവനോ, ഇവ ഒരു ജോലിക്കും പോവില്ല, കിട്ടിയ ജോലിയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞിട്ട് പോരുകയും ചെയ്തു. ഓ പിന്നെ അവൻ ലക്ഷങ്ങളാണല്ലോ മാസം കൊണ്ട് തരുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചിനെ കളിയാക്കണം കേട്ടോ ചന്ദ്ര. ഞാൻ അങ്ങനെയൊന്നും പറയില്ല, എത്രയാണെങ്കിലും കുറച്ചെങ്കിലും അവൻ തരുന്നുണ്ടല്ലോ, അതാണ് അവൻ്റെ കഴിവ്. നിങ്ങൾ വെറുതെ ഇടങ്കോലിടാൻ വേണ്ടിയിട്ട് നോക്കണ്ട. അവനൊരു നല്ല കാര്യം നടക്കാൻ പോകുന്നു കാണുമ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ? നീ ഇതൊന്നും കാര്യമാക്കണ്ട, നീ കുളിച്ച് പോയി ഒരുങ്ങി നിൽക്ക് സുധി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുധി പറയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയല്ല അമ്മേ, ഒരു ജോലി ഇല്ലാതെ ഞാൻ. എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഈ വിവാഹം നടന്നാൽ പിന്നെ നിനക്ക് എന്തിനാ ജോലി എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. നീ കോടീശ്വരനല്ലേ, കോടീശ്വരൻ. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് എണീറ്റ് പോവാണ് കേട്ടോ രേവതി. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കേണ്ട നിലയിൽ നീ എത്തും. എന്നാലമ്മ പെൺകുട്ടി ആരാണെന്നറിയാതെ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ എന്നൊക്കെ പറയാൻ കേട്ടോ. രേവതി അപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് ദേഷ്യത്തിലൊരു പാത്രം എടുത്ത് തറയിലേക്ക് ഇടുവാണ് കേട്ടോ. ഈ പാത്രത്തിൻ്റെ വെച്ചിട്ട് എല്ലാവരും ഞെട്ടി അടുക്കളയിലേക്ക് നോക്കുവാണ്. എന്നിട്ട് ചോദിക്കണ്ടേ ചന്ദ്ര, എന്താ അവിടെ? പെട്ടെന്ന് രേവതി ഒന്നും അറിയാത്ത പോലെ പാത്രം എടുത്ത് വെക്കുവാണ് കേട്ടോ. മോനെ, ഇത്ര ശബ്ദങ്ങളൊന്നും നീ ശ്രദ്ധിക്കണ്ട, നീ പോയി റെഡി ആയിട്ട് വാന്ന് പറയാൻ കേട്ടോ ചന്ദ്ര. എന്നിട്ട് രേവതിനോട് ചോദിക്കണേ, രേവതി നിന്റെ ഭർത്താവ് അവിടെ പോയി? അപ്പോൾ അച്ഛൻ പറയാണ്, അതെ അവനൊരു ജോലിയുണ്ട്, അവൻ ജോലിക്ക് പോയി. ഓ പിന്നെ കളക്ടർ ഉദ്യോഗമല്ലേ? കളക്ടർ ഉദ്യോഗം ഒന്നല്ലെങ്കിലും അന്തസ്സായിട്ടൊരു ജോലി അവനുണ്ട്. ആ എന്തായാലും അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. എന്തിന്? സുധീനെ കാണാനല്ലേ അവർ വന്നത്? അതിനിപ്പോൾ സച്ചി വരുന്ന എന്തിനാ? ഒരാലോചന വരുമ്പോൾ അവൻ ഇവിടെ വേണ്ടേ? ഇവൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? അപ്പോൾ അവർ അന്വേഷിക്കില്ലേ എന്ന് പറയാൻ കേട്ടോ ചന്ദ്ര. ഇവളെ കാണാൻ നിങ്ങൾ വിളിച്ചപ്പേ ഞാൻ വന്നത് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ലല്ലോ, അതുപോലെ തന്നെ ഇതും. സച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സച്ചി ഇവിടെ ഉണ്ടാവണം. പറയേണ്ടതുപോലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും അനുസരിക്കും. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. സുധിയുടെ പഴയ കാര്യങ്ങളൊന്നും അവരോട് വിളമ്പാൻ നിൽക്കണ്ടെന്നൊക്കെ പയ്യെ സ്വരം താഴ്ത്തി പറയാൻ കേട്ടോ ചന്ദ്ര. സച്ചി രേവതിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, കേട്ടല്ലോ? പറഞ്ഞതൊക്കെ നീയും കേട്ടല്ലോ എന്ന് പറയാൻ കേട്ടോ രേവതിനോട്. കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. അടുത്ത സീരിയൽ കാണിക്കുന്നത് സച്ചിനെയാണ് കേട്ടോ. സച്ചി ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയാണ്, ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ പ്രശ്നമാവുന്ന നീ അന്നേ ചിന്തിക്കണമായിരുന്നു. എനിക്കറിയാവോ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, കല്യാണം കഴിച്ചാൽ ശരിയാവില്ലെന്ന്. കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ ആ മാല കിട്ടിയതും പണയം വെച്ചതും ഇങ്ങനെ പ്രശ്നമൊക്കെ ആയതും. ഇതുവരെ കള്ളം പറയാത്ത ഞാൻ എന്തോരം കള്ളം പറഞ്ഞു എനിക്ക് തന്നെ ഓർമ്മയില്ലെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് പറയാണ്, ഞാനൊക്കെ ഭാര്യയോട് കള്ളം പറയുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തായിരുന്നു ഉപദേശം? ഭാര്യയോട് കള്ളം പറയരുത്, ആന തേങ്ങ ചേന. എന്നിട്ടിപ്പോൾ നീയും കള്ളനായില്ലേ? അവളറിഞ്ഞ പ്രശ്നമാവുന്നൊക്കെ നീയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. നേരത്തെ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ പ്രശ്നം അച്ഛനും അമ്മയൊക്കെ അറിയും. അതാലോചിക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ. പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ടേക്ക് സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. സച്ചി അപ്പോൾ അയ്യോ മാലയുടെ കേസ് അറിഞ്ഞിട്ടാണോ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ.